സാമുദായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജുവലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജുവലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം.
അടിമാലി കൂട്ടക്കൊലപാതകം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടുവാൻ കഴിയാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധം. ഇതോടെ പൊതുജനങ്ങൾ സംഘടിച്ച് ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുവാൻ തീരുമാനം. ഇതിനിടയിൽ പ്രതികളെ സംബന്ധിച്ച ദുരൂഹത തുടരുന്നു. വണ്ടിപ്പെരിയാർ കൊലക്കേസിലെ രണ്ടാം പ്രതി പീരുമേട് സ്വദേശി വേലിപ്പറമ്പിൽ ജോമോന്റെ വിചാരണ നാളെ തൊടുപുഴ കോടതിയിൽ തുടങ്ങും. ഒന്നാം പ്രതിയെ വധശിക്ഷയ്ക്ക് മുൻപ് വിധിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ വള്ളോംപറമ്പിൽ മോളിയെയും മകൾ നീനുവിനെയും പ്രതികൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ് ഒരു നാടിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടതെന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ. ഇടുക്കി ജില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുൻപോട്ട് പോയിട്ടുണ്ടെന്നും MLA. വാഗമൺ മേഖലയിൽ വീണ്ടും ഭൂമി കയ്യേറ്റം വ്യാപകം. റവന്യൂ വകുപ്പ് വീണ്ടെടുത്ത സ്ഥലത്തെ സർക്കാർ ബോർഡുകൾ പോലും പിഴുതുമാറ്റിയാണ് ഇപ്പോൾ കയ്യേറ്റം നടക്കുന്നത്. അപൂർവ ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ വാഗമണ്ണിലെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിൽ പുതുതായി കയ്യേറ്റം. ഇടുക്കി മോഡൽ ജവഹർ ഭവന പദ്ധതി 28-ാം തീയതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യും. EMS ഭവന പദ്ധതിക്ക് സമാന്തരമായ ഈ ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കാണ്. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി കൂട്ടക്കൊലപാതകം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടുവാൻ കഴിയാത്ത പോലീസ് നിലപാടിൽ വ്യാപക പ്രതിഷേധം. ഇതോടെ പൊതുജനങ്ങൾ സംഘടിച്ച് ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുവാനും തീരുമാനമായി. ഇതിനിടയിൽ പ്രതികളെ സംബന്ധിച്ച ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. നാടിനെ നടുക്കിയ കൊടും ക്രൂരത അരങ്ങേറി ഒരാഴ്ച പിന്നിടുമ്പോഴും കൊലയാളികളെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾ സംഘടിച്ച് ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. സംഭവം നടന്ന ദിവസത്തെ അന്വേഷണത്തിൽ പോലും പോലീസ് നിസ്സംഗത കാട്ടിയിട്ടുണ്ട്. CPM ഏരിയ സെക്രട്ടറി TK ഷാജി. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്ഷൻ വേണ്ടത്ര ഗൗരവപൂർവ്വം നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനുശേഷം ഇന്നിപ്പോ 6 ദിവസം പിന്നിട്ടപ്പോ യഥാർത്ഥ പ്രതികളാരെ എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ടൗണിലും പരിസര പ്രദേശങ്ങളിലാകെ തന്നെ അടിമാലി എന്നല്ല ഈ പ്രദേശത്തിലാകെ നടക്കിയ ഈ സംഭവത്തിൽ ജനങ്ങൾക്കാകെ തന്നെ ഒരു ആശങ്ക നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ആക്ഷൻ കൌൺസിലിന്റെ രൂപീകരണം 19-ന് വ്യാപാര ഭവനിൽ നടക്കും. സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അടിമാലിയിൽ വരുന്ന ആളുകൾക്ക് ഭയാശങ്കയില്ലാതെ താമസിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്നും BJP മണ്ഡലം പ്രസിഡന്റ് VK ബിജു പറഞ്ഞു. വാണിജ്യ വ്യവസായ രംഗത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അടിമാലിയിലെ ലോഡ്ജുകളിൽ ഇപ്പോൾ ആളുകൾ വന്ന് താമസിക്കുന്നില്ല. അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള തൊഴിലാളികൾ ഇവിടെയുണ്ട്. അവരെല്ലാം പ്രദേശം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനകത്തെ അഭ്യൂഹത, ഇതിനകത്തെ പ്രശ്നങ്ങൾ ഈ യഥാർത്ഥ പ്രതികളെ പിടികിട്ടിയാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നത്. രേഖാചിത്രം പുറത്തുവിട്ടതായും പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചതായും പറയുന്ന പോലീസ് ആസൂത്രിത കൊലപാതകം നടത്തിയവരാരെന്ന് കണ്ടെത്താൻ ശ്രമിക്കാത്തതിലെ ദുരൂഹതയെ UDF മണ്ഡലം കൺവീനർ VS രവീന്ദ്രനാഥ് ചോദ്യം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഈ പ്രദേശത്തെ അടിമാലിയിലെയും സമീപപ്രദേശത്തെയും ജനങ്ങൾ ആശങ്കാകുലരാണ്. അടിമാലി ടാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ EP ജോർജ്, മുഹമ്മദ് റിയാദ്, ബിനൂസ് കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ കൊലക്കേസിലെ രണ്ടാം പ്രതി പീരുമേട് സ്വദേശി വേലിപ്പറമ്പിൽ ജോമോന്റെ വിചാരണ നാളെ തൊടുപുഴ കോടതിയിൽ ആരംഭിക്കും. ഒന്നാം പ്രതിയെ വധശിക്ഷയ്ക്ക് മുൻപ് വിധിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ വള്ളോംപറമ്പിൽ മോളിയെയും മകൾ നീനുവിനെയും പ്രതികൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പീരുമേട് 57-ാം മൈലിൽ പെരുവേലിപ്പറമ്പിൽ ജോമോന്റെ വിചാരണയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻ ജഡ്ജ് PK അരവിന്ദാക്ഷ ബാബുവിന്റെ മുൻപാകെ നാളെ ആരംഭിക്കുക. ഒന്നാം പ്രതി വണ്ടിപ്പെരിയാർ ചുരക്കുഴി പുതുവൽത്തടത്തിൽ രാജേന്ദ്രനെ 2012 ജൂൺ 20-ാം തീയതി ഇതേ കോടതി ജഡ്ജായിരുന്ന TU മാത്തുക്കുട്ടി 20 വർഷം കഠിന തടവിനും വധശിക്ഷയ്ക്കും വിധിച്ചു. വിധിക്കെതിരെ പ്രതി അപ്പീൽ നൽകിയിട്ടുമുണ്ട്. 2007 ഡിസംബർ 2-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാത്രി 11 മണിയോടെ പീരുമേട് 57-ാം മൈലിൽ വലിയ വളവിന് താഴെ വള്ളോംപറമ്പിൽ വീട്ടിൽ മോളിയും മകൾ നീനു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മോളിയുടെ ഭർത്താവ് 3 മാസം മുമ്പ് മരണമടയുകയും മോളി അസുഖബാധിതയായി എഴുന്നേൽക്കുവാൻ വയ്യാതെ കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു. മകൻ ബിനു എറണാകുളത്ത് ജോലി ചെയ്തിരുന്നു. നീനുവിന്റെ ഭർത്താവ് തിരുപ്പൂരിൽ ജോലിയായിരുന്നു. പ്രതികൾ രണ്ടുപേരും കൂടി ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും പണിക്കാരെ അന്വേഷിക്കാനെന്ന മട്ടിൽ രാവിലെ തന്നെ എത്തി. പുരുഷന്മാരില്ലാത്ത വീട് കണ്ടുപിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം.
രാത്രി 10 മണിയോടെ ഇവർ മോളിയുടെ വീട്ടിലെത്തി സഹോദരന്റെ പേര് ചൊല്ലി വിളിച്ചു. കതക് തുറക്കാതായപ്പോൾ കതക് തല്ലിത്തകർത്ത് അകത്ത് കയറി. നീനുവിന്റെ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കി അബോധാവസ്ഥയിലാക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. കിടപ്പിലായിരുന്ന മോളിയെയും ഇവർ വെറുതെ വിട്ടില്ല. പിന്നീട് ബോധം തെളിഞ്ഞ നീനു ഇവരെ എതിർക്കുവാൻ ശ്രമിച്ചപ്പോൾ വാക്കത്തികൊണ്ട് വെട്ടി നീനുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. മോളിയുടെ വാരിയലുകൾ ചവിട്ടിയോടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇരുവരും മരിച്ചതിനു ശേഷവും പ്രതികൾ രണ്ടുപേരും ലൈംഗിക അതിക്രമം തുടർന്നു. നീനുവിന്റെ 7 മാസം പ്രായമുള്ള കുട്ടി പിറ്റേന്ന് രാവിലെ 5 മണിക്ക് വീടിന് മുന്നിലിരുന്ന് കരയുന്നത് കണ്ട അയൽവാസികളാണ് കൊലപാതക വിവരം ആദ്യം അറിഞ്ഞത്. കാനയുടെ അവിടെ വന്നപ്പോൾ തൊട്ട് കൊച്ചിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. അപ്പോൾ കൊച്ചിന്റെ കരച്ചിൽ കേട്ട് കൊച്ചൻ മോനെ എന്നാടാ കരയുന്നതെന്ന് ചോദിച്ച് ഞാൻ മേളിൽ കയറി വന്നു. കരച്ചിൽ കേൾക്കുന്നതല്ലാതെ കൊച്ചിനെ കണ്ടില്ല. അന്നേരം ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയപ്പം കൊച്ചു നിലത്ത് വീണ് കരഞ്ഞു മുട്ടയിൽ വലിഞ്ഞു വരുമായിരുന്നു. അന്നേരം ഞാൻ അടുക്കള വശത്തോടെ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ കയറി വരും. അതിനെ കണ്ടാൽ ആരും സഹിക്കല്ല. എന്ന ആ രീതിയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു കുഞ്ഞ്. തലയെല്ലാം ചുക്കിലി വിലയോ കരിയോ ചാരോ എന്താണെന്നും അറിയത്തില്ല. കുമളി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ആർ ജയശങ്കറാണ് കേസ് അന്ന് അന്വേഷിച്ചത്. 1-ാം പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസിൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് E.A. റഹീമിനെ ഈ കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 39 സാക്ഷികളെയാണ് വിസ്തരിക്കുക. ഉപ്പുകണ്ടം അക്രമം കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ഉപ്പുകണ്ടം ശാഖാംഗമായ ആലേപ്പുരയ്ക്കൽ രതീഷിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കിയതായി ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ഉപ്പുകണ്ടം ശാഖയിലെ അംഗമായിരുന്ന ആലേപ്പുരയ്ക്കൽ രതീഷ് ശാഖാ കമ്മിറ്റിയുടെ അറിവും തീരുമാനവുമില്ലാതെ സമുദായാംഗങ്ങൾ അല്ലാത്തവരെ കൂട്ടി സമുദായത്തിന്റെ ശാഖാ പ്രസിഡന്റെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമുദായ തീരുമാനത്തിന് വിരുദ്ധമായി സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ച് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ഉപ്പുകണ്ടം ശാഖയുടെ പ്രസിഡന്റ് എന്ന് സ്വയം പുകഴ്ത്തി പരിചയപ്പെടുത്തുകയും ചേരമർ സംഘവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹത്തിന്റെ സിമ്പതികളായ ഉപ്പുകണ്ടത്തിൽ വഴിത്തർക്കവുമായി ഉണ്ടായ വിഷയത്തിൽ എതിർചേരിയിലുള്ള ആളുകളെയും അണിനിരത്തി രതീഷ് ആലേപ്പുരയ്ക്കൽ എന്നയാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹം ഉപ്പുകണ്ടം ശാഖയുടെ പ്രസിഡന്റ് അല്ല. അദ്ദേഹം ആ ശാഖയിൽപ്പെട്ട ഒരു മെമ്പർ മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സുനിൽ ഉപ്പുകണ്ടം ശാഖയുടെ പ്രസിഡന്റായിരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. എന്നാൽ ജനാധിപത്യപരമായി ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ മാത്രമേ പ്രസിഡന്റായി തുടരുവാനോ പ്രസിഡന്റാകാനോ സാധ്യതയുള്ളൂ. എല്ലാ ശാഖകളിലും വാർഷിക പൊതുയോഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്ത് ആ ഭൂരിപക്ഷം അംഗങ്ങളുടെ അഭിപ്രായ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന അവരാണ് ഭാരവാഹികളായി വരുന്നത്. എന്നാൽ ഇദ്ദേഹം സ്വയം പ്രസിഡന്റായി അവരോധിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ വിവരം കാണിച്ച് ഉപ്പുകണ്ടം ശാഖയ്ക്ക് ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നോട്ടീസ് അയക്കുകയും അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ഇദ്ദേഹത്തിന് പ്രസിഡന്റ് ആകണമെന്നുണ്ടെങ്കിൽ ശാഖയിലെ ഭൂരിപക്ഷം അംഗങ്ങളും കൂടി തെരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തതാണ്. ശാഖകളിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ശാഖാ പൊതുയോഗമാണ്. രതീഷിനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്രകാരം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ രതീഷിനെ അംഗത്വത്തിൽ നിന്നും പോസ്റ്റർ പതിച്ച് പുറത്താക്കുവാനും രതീഷിന്റെ സഹോദരൻ ജില്ലാ കമ്മിറ്റി അംഗം ആലപ്പുരയ്ക്കൽ സുനിലിന് വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകുവാനും തീരുമാനിച്ചതായും ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ് ഒരു നാടിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടതെന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി ജില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുൻപോട്ട് പോയിട്ടുണ്ടെന്നും MLA അഭിപ്രായപ്പെട്ടു. പൂർവികരുടെ ഒരു സ്വത്ത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ കട്ടപ്പനയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് നിലനിൽക്കുന്നു. ഇതിലുണ്ടാകുന്ന അഭിവൃദ്ധിയെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ ആത്മാർത്ഥതയാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ സഹകരണവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്രദ്ധയുമാണ് ഈ സ്കൂളിലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവോത്മകമായ മാറ്റത്തിന്റെ നാന്ദി വിദ്യാഭ്യാസ മേഖലയിലാണ്. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള പ്രദേശം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ നാടിന്റെ ദീർഘകാല നിക്ഷേപമാണെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. ഇടുക്കി ജില്ല ഏറെ പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ജില്ലയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജ്, കട്ടപ്പനയിൽ ആരംഭിച്ചിരിക്കുന്ന എൻട്രൻസ് പരീക്ഷാ കേന്ദ്രം, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ്, കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന IAS അക്കാദമി എന്നിവ ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഉദാഹരണങ്ങളാണെന്നും MLA പറഞ്ഞു. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA.
റോഷി അഗസ്റ്റിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 61.7 ലക്ഷം രൂപ മുടക്കി 3 ക്ലാസ് മുറികളാണ് സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്നത്. ഈ കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടി പണിയുന്നതിനായി 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുമെന്ന് MLA യോഗത്തിൽ ഉറപ്പു നൽകി. ചടങ്ങിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജാൻസി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെർലി കൊച്ചുകുടി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OJ മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം ജോളി രാമകൃഷ്ണൻ, വിവിധ സംഘടനാ നേതാക്കളായ ജോയി പെരുന്നോലി, TJ ജേക്കബ്, MK തോമസ്, PTA പ്രസിഡന്റ് PJ സത്യപാലൻ, പ്രിൻസിപ്പൽ K ഈശ്വരൻ നമ്പൂതിരി, പ്രധാന അധ്യാപിക ലീന തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ചെറുകിട തേയില കർഷകർക്കെതിരെയുള്ള കാർഷിക ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് ചെറുകിട തേയില കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് YC സ്റ്റീഫൻ ആവശ്യപ്പെട്ടു. ബാങ്കുകൾ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചില്ല എങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 7 വർഷമായി വിളനശിച്ചും വിലയിടിഞ്ഞും കടക്കണിയിൽ എത്തി നിൽക്കുന്ന ഹൈറേഞ്ചിലെ ചെറുകിട കർഷകർക്ക് ഇനിയൊരു ജപ്തി നടപടി കൂടി താങ്ങാൻ കഴിയില്ലെന്നും സംസ്ഥാന ഗവൺമെന്റും ടീ ബോർഡും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ചെറുകിട തേയില കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് YC സ്റ്റീഫൻ ആവശ്യപ്പെട്ടു. ബാങ്ക് വായ്പ എടുത്ത് കുടിശ്ശിക വരുത്തിയ ചെറുകിട തേയില കർഷകരുടെ വീടും കൃഷിയിടങ്ങളും കാർഷിക ബാങ്കുകൾ ജപ്തി ചെയ്യുന്ന നടപടി ഉടൻ നിർത്തിവെക്കണമെന്ന് ചെറുകിട തേയില കർഷക ഫെഡറേഷൻ സംസ്ഥാന സമിതി ആവശ്യപ്പെടുകയാണ്. പച്ചക്കുളന്തിൻ്റെ മോഹവില കണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത കൃഷി ചെയ്ത ചെറുകിട കർഷകരാണ് ഇപ്പോൾ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി കൊളുന്തിൻ്റെ വിലയിടിയുകയും കൃഷി നശിക്കുകയും ചെയ്ത കർഷകർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരിതത്തിനിടയിൽ ഇനിയും ഹൈറേഞ്ചിലെ കർഷകൻ ഒരു ജപ്തി നടപടി താങ്ങാനുള്ള മനസ്സ് അവർക്കില്ലെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയാണ്. കടുത്ത വേനലും തുടർന്നുണ്ടായ കാലവർഷക്കെടുതിയിലും കുമിൾ രോഗം ബാധിച്ചും 12 കോടി രൂപയുടെ കൃഷിനാശമാണ് കഴിഞ്ഞ വർഷം മാത്രം തേയില കർഷകർക്കുണ്ടായത്. പച്ചക്കൊളുന്തിന് വിലയിടിഞ്ഞതോടെ കാൽവരി മൌണ്ട്, 8-ാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ 100 കണക്കിന് കർഷകരുടെ ജീവിതം ദുരിതത്തിലായതായും YC സ്റ്റീഫൻ പറഞ്ഞു. ഏലപ്പാറ, ഉപ്പുതറ, മത്തായിപ്പാറ, വാഗമൺ, കൊച്ചറ, കൊഴുത്തുളു, അന്യാർത്തുളു തുടങ്ങിയ മേഖലകളിലാണ് കർഷകർക്ക് കൂടുതലായി ജപ്തി നോട്ടീസുകൾ ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ബാങ്ക് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് കർഷകർ തയ്യാറെടുക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഗമൺ മേഖലയിൽ വീണ്ടും ഭൂമി കയ്യേറ്റം വ്യാപകമായി. റവന്യൂ വകുപ്പ് വീണ്ടെടുത്ത സ്ഥലത്തെ സർക്കാർ ബോർഡുകൾ പോലും പിഴുതുമാറ്റിയാണ് ഇപ്പോൾ കയ്യേറ്റം നടക്കുന്നത്. അപൂർവ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ വാഗമണിലെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിൽ പുതുതായി കയ്യേറ്റം നടന്നിട്ടുണ്ട്. മുൻപ് വാഗമണിൽ നടന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച ശേഷം സർക്കാർ സ്ഥലമാണെന്നും അതിക്രമിച്ച് കയറുന്നത് ശിക്ഷാർഹമാണെന്നും ചൂണ്ടിക്കാട്ടി ബോർഡ് സ്ഥാപിച്ചിരുന്നു. മൊട്ടക്കുന്നിൽ ഉൾപ്പെടെ വാഗമൺ വില്ലേജിലെ മിക്കയിടങ്ങളിലും സ്ഥാപിച്ച ബോർഡുകൾ എല്ലാം തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമാണ്. ഉന്നതനായ റവന്യൂ ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ താലൂക്ക് വില്ലേജ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റ സംഘം ഭീഷണിപ്പെടുത്തുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. വാഗമൺ വില്ലേജിൽ നിന്നും പീരുമേട് താലൂക്ക് ഓഫീസിൽ നിന്നും ഇപ്പോൾ കയ്യേറ്റങ്ങൾക്കെതിരെ കാര്യമായ നടപടികൾ ഒന്നും തന്നെയില്ല. റവന്യൂ അധികാരികളാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ. ഈ കയ്യേറ്റത്തിനെ സഹായിക്കുന്ന മുഴുവൻ അവരാ. ഏറ്റെടുത്ത സ്ഥലങ്ങൾ മുഴുവൻ കയ്യേറ്റക്കാർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. സർക്കാർ വകുപ്പ് എന്നുള്ള ബോർഡേ ഇല്ല ഇപ്പോൾ അവിടെ. ഇതിനു പുറമെ ഏറ്റെടുത്ത സ്ഥലങ്ങൾ വീണ്ടും കയ്യേറ്റക്കാരുടെ കൈവശത്തിൽപ്പെടാതിരിക്കുവാൻ രൂപീകരിച്ച സംരക്ഷണ സേനയുടെ പ്രവർത്തനങ്ങളും അട്ടിമറിക്കപ്പെട്ടു. ഉളുപ്പൂണി, കോലാഹലമേട്, നാരകക്കുഴി, പുള്ളിക്കാനം എന്നിവിടങ്ങളിലെല്ലാം തന്നെ ചെറുതും വലുതുമായ കയ്യേറ്റങ്ങൾ നടന്നു കഴിഞ്ഞു. റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത സ്ഥലങ്ങൾ ഭൂസംരക്ഷണ സേന സംരക്ഷിക്കുമെന്നും ഇവിടങ്ങളിൽ തുടർച്ചയായി പെട്രോളിംഗ് ഏർപ്പെടുത്തുമെന്നും ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. വാഗമണിലെ ഭൂമി ഇടപാടുകളെക്കുറിച്ച് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവിടെ കയ്യേറ്റം വ്യാപകമായിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും മോഷണവും തടയുകയെന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ സ്ഥാപിച്ച പോലീസ് കൺട്രോൾ റൂം അടച്ചുപൂട്ടി. 3 വർഷം മുൻപാണ് മൂന്നാർ ആറോ ജംഗ്ഷനിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലമാണ് കൺട്രോൾ റൂം പൂട്ടിയത്. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും മോഷണങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെ 24 മണിക്കൂറും ടൗണിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ആറോ ജംഗ്ഷനിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചത്. KDHP കമ്പനി വിട്ടു നൽകിയ ഭൂമിയിൽ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെയാണ് കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു SI ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയമിച്ചത്. ഒരു വാഹനവും വിട്ടു നൽകിയിരുന്നു. 1.5 വർഷത്തോളം നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കൺട്രോൾ റൂം ഉദ്യോഗസ്ഥരുടെ കുറവും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ താൽപര്യമില്ലായ്മയും മൂലം പൂട്ടുകയായിരുന്നു. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമായിരുന്ന കൺട്രോൾ റൂം വീണ്ടും തുറന്ന് പ്രവർത്തിക്കണമെന്ന പൊതുജന ആവശ്യം ശക്തമാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം
ഇടുക്കി മോഡൽ ജവഹർ ഭവന പദ്ധതി 28-ാം തീയതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യും. EMS ഭവന പദ്ധതിക്ക് സമാന്തരമായി ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കാണ്. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഇടുക്കി മോഡൽ ജവഹർ ഭവന പദ്ധതി 28-ാം തീയതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യും. EMS ഭവന പദ്ധതിക്ക് സമാന്തരമായി ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കാണ്. പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കും. ഇടുക്കി ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷന്റെ ആവശ്യപ്രകാരമാണ് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പുതിയ ഭവന വായ്പാ പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ഇടുക്കി ജില്ലാ ബാങ്ക് ഒരു ബൃഹത്തായ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇടുക്കി ജില്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷന്റെ ആവശ്യപ്രകാരം 200 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് രൂപം നൽകിയിരിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് 2 ലക്ഷം രൂപ എന്ന നിരക്കിൽ 10,000 ഭവനരഹിതർക്ക് വായ്പ നൽകുന്ന ഒരു വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഇടുക്കി ജില്ലാ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ ബാങ്കിനെ സമർപ്പിച്ചത്. ഈ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് അനുമതി നൽകിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് നൽകിയിരിക്കുന്ന അനുമതി പ്രകാരം 10 വർഷം കാലാവധിയുള്ള വായ്പാ പദ്ധതിയാണ്. വായ്പാ തുകയും പലിശയും 11% പലിശയും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി തിരിച്ചടക്കും. 5% വിഹിതം ഗ്രാമപഞ്ചായത്തും 5% വിഹിതം ജില്ലാ പഞ്ചായത്തും 1% ബ്ലോക്ക് പഞ്ചായത്തും എന്ന നിലയിലാണ് പലിശയുടെ തിരിച്ചടവ്. ഒരു ഗുണഭോക്താവിന് 2 ലക്ഷം രൂപ വീതമാണ് വായ്പാ തുക. ജനറൽ വിഭാഗത്തിൽ VPL വിഭാഗക്കാരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ജില്ലയിലൊട്ടാകെ 10,000 വീടുകൾക്ക് വായ്പാ ആനുകൂല്യം ലഭ്യമാകും. 10 വർഷം കൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ വായ്പാ തുകയും പലിശയും തിരിച്ചടയ്ക്കണം. 11% പലിശ നിരക്കിലാണ് വായ്പ അനുവദിക്കുക. പലിശയുടെ 5% ഗ്രാമപഞ്ചായത്തും 5% ജില്ലാ പഞ്ചായത്തും 1% ബ്ലോക്ക് പഞ്ചായത്തും നൽകുമെന്നും അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കും പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷനും മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി കേരളം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു.
സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇടുക്കി മോഡൽ ജവഹർ ഭവന പദ്ധതി എന്നായിരിക്കും അറിയപ്പെടുക എന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആന്റണി കുഴിക്കാട്ട്, UDF കട്ടപ്പന മണ്ഡലം ചെയർമാൻ ജോയി പെരുന്നോലി എന്നിവരും പങ്കെടുത്തു. കരിമ്പൻ അശോക കവലയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. ഇടുക്കി നേര്യമംഗലം സംസ്ഥാന പാതയുടെ ഭാഗമായി ഇവിടെ കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഇടുക്കി നേര്യമംഗലം സംസ്ഥാന പാതയിൽ ഏറെ തിരക്കേറിയ ഭാഗമാണ് അശോക കവല. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഉൾഗ്രാമങ്ങളായ മുളകുവള്ളി, കൊക്കരക്കുളം ഭാഗത്തുകൂടി പുതുതായി കടന്നുവരുന്ന പൈനാവ് താന്നിക്കണ്ടം മണിയാറൻകുടി ഹൈവേ വന്നു ചേരുന്നതും ഈ അശോക കവലയിലാണ്. എന്നാൽ നൂറുകണക്കിന് ആളുകൾ ബസ് കാത്തു നിൽക്കാറുള്ള ഈ ജംഗ്ഷനിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുവാൻ പഞ്ചായത്ത് ഇനിയും തയ്യാറായിട്ടില്ല. നൂറുകണക്കിന് കുട്ടികളും വിദ്യാർത്ഥികളും വഴിനട യാത്രക്കാരും വാഹനം കാത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. പൊളിച്ചു മാറ്റിയിട്ട് ഇതുവരെ ഇതിനൊരു നിയമ നടപടികൾ സ്വീകരിക്കുകയോ അതിൻ്റെ ബാക്കി കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഓപ്പോസിറ്റായിട്ട് ഒരെണ്ണമുണ്ട്, അതിനകത്തും ആൾക്കാർക്ക് മഴ പെയ്താൽ നിൽക്കത്തുമില്ല. അത് നാട്ടുകാരുടെ സേവനമായിട്ട് ചെയ്തതാണ്. അത് ഇതുവരെ അതിനും ഒരു പൊക്കം പോലും വെച്ചൊന്ന് പൊക്കി നിർത്താനോ ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനോ സാധിക്കാറില്ല. സാധാരണ യാത്രക്കാർക്ക് പുറമെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും സർക്കാർ ജീവനക്കാരും അടക്കം നിരന്തരം ബസ് കാത്തു നിൽക്കുന്ന ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കുമളി KSRTC ഡിപ്പോയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് ബിജു ദാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുമളി KSRTC ഡിപ്പോയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കുമളി KSRTC ഡിപ്പോയിൽ INTUC-യുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. പീരുമേട് MLA ES ബിജുവിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പൂർണ്ണ പരാജയമാണെന്നും കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് ബിജു ദാനിയൽ പറഞ്ഞു. 600ഓളം ജോലിക്കാര് ജോലി ചെയ്യുന്ന ഈ ബസ് സ്റ്റേഷനിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇന്ന് അവരുടെ ധർണാ സമരത്തിന്റെ പ്രധാന കാര്യം. 600 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ ബസ് സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങളായ ബാത്റൂമോ ടോയ്ലറ്റോ തന്നെ ഒന്നോ രണ്ടോ ബാത്റൂമോ ടോയ്ലറ്റോ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവർക്ക് കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായി അവർ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി ഒഴിവുകൾ 25 ഡ്രൈവർമാരുടെയും 45 കണ്ടക്ടർമാരുടെയും ഒഴിവുകൾ ഉണ്ടായിട്ട് അത് യഥാസമയം മാനേജ്മെന്റ് അറിയിക്കാത്തതിന് ഫലമായിട്ട് ഇവിടെ ബസ്സുകൾ ട്രിപ്പ് എടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയും നിലനിൽക്കുകയാണ്. കുമളി ഡിപ്പോയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, സ്പെയർ പാർട്സുകളുടെ കുറവ് പരിഹരിക്കുക, പ്രൈവറ്റ് മുതലാളിമാരെ സഹായിക്കുന്ന മാനേജ്മെന്റ് നയം അവസാനിപ്പിക്കുക, രാത്രികാല സർവീസുകൾക്ക് പുതിയ ബസ്സുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KSRTC ഡിപ്പോയിൽ INTUC-യുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് ബിജു ദാനിയൽ, INTUC വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിൽ, വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി PS ഷിജി, N രാജൻ, AS അഷ്റഫ്, PJ റോയിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുമളി. ഭൂപ്രകൃതി കൊണ്ട് വ്യത്യസ്തമായ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ കൊളുക്കുമലയിലേക്ക് സന്ദർശക പ്രവാഹമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1900 അടി ഉയരമാണ് ഈ പ്രദേശത്തിനുള്ളത്. സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടമാണ് ഈ കൊളുക്കുമല. കൊളുക്കുമലയുടെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 1900 അടിയാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലായി ഉയർന്നു നിൽക്കുന്ന ഈ മനോഹരമായ മലയുടെ അടിവാരത്തെത്തുവാൻ 8 കിലോമീറ്റർ ദുർഘടമായ പാത താണ്ടണം. സൂര്യനെല്ലിയിൽ നിന്നും ഇവിടേക്കുള്ള ഈ 8 കിലോമീറ്റർ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ദുർഘട പാതയാണ്. എങ്കിലും ഈ മലനിരകളുടെ ഭംഗി ആസ്വദിക്കുവാൻ നൂറുകണക്കിന് വിദേശികളാണ് ദൈനംദിനം ഇവിടെ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള തേയിലയും കൊളുക്കുമലയുടേത് തന്നെ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ ശ്രദ്ധിച്ചാൽ കൊളുക്കുമല ലോകത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറുക തന്നെ ചെയ്യും. 7ാമത് പാരാഗ്ലൈഡിംഗ് കാർണിവൽ 21-ാം തീയതി വാഗമണിൽ ആരംഭിക്കും. കേരള അഡ്വഞ്ചർ ടൂറിസം, മാതൃഭൂമി വാർത്ത എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ച് 1-ാം തീയതി വരെ കാർണിവൽ നടക്കുക. 7ാം തവണ പാരാഗ്ലൈഡിംഗ് കാർണിവൽ വാഗമണിലെ കോലാഹലമേട്ടിൽ ഈ മാസം 22-ാം തീയതി മുതൽ മാർച്ച് 1-ാം തീയതി വരെ നടക്കും. കേരള ടൂറിസം വകുപ്പും മാതൃഭൂമി യാത്രയും കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും ചേർന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 80-ൽ പരം ലോക പ്രശസ്ത ഗ്ലൈഡർ പൈലറ്റുകൾ ആകാശത്ത് സാഹസിക വിസ്മയ പ്രകടനം നടത്തുകയും
7 വർഷമായി വാഗമണിൽ നടത്തി വന്നിരുന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റ് ഇത്തവണ ഏറെ പുതുമകൾ നിറഞ്ഞതുമായിരിക്കും. ഏഷ്യയിലെ ഏറ്റവും യോജ്യമായ ഗ്ലൈഡിംഗ് മേഖലയാണ് കോലാഹലമേളിലെ ആത്മഹത്യാ മുനമ്പ്. ഉച്ചകഴിഞ്ഞ് 3 മുതൽ ഗ്ലൈഡിംഗ് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കുമളി. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപികമാർക്കായി കട്ടപ്പനയിൽ ഏകദിന യോഗ പരിശീലനം സംഘടിപ്പിച്ചു. കട്ടപ്പന അമേരിക്കൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിലാണ് പരിപാടി നടന്നത്. NCDC കട്ടപ്പന പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അധ്യാപികമാർക്ക് ഏകദിന യോഗ പരിശീലനം ഒരുക്കിയത്. പ്രാണായാമം, ധ്യാനം, യോഗാസനങ്ങൾ എന്നിവയിലായിരുന്നു പരിശീലനം. NCDC മാസ്റ്റർ ട്രെയിനർ ബാബ അലക്സാണ്ടർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അധ്യാപികമാരുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനും ക്ഷമയോടെ കുട്ടികളുമായി ഇടപെടാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമായാണ് ഇത്തരത്തിലൊരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചതെന്ന് പരിശീലകനായ അലക്സാണ്ടർ എഡിക്കനെറ്റിനോട് പറഞ്ഞു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ കട്ടപ്പന പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ പ്രാണായാമ, മെഡിറ്റേഷൻ, യോഗാസൻ എന്നിവയുടെ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അധ്യാപികമാർക്കും അധ്യാപിക ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വന്തം മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാനും കുട്ടികളുടെ മുമ്പിൽ നല്ല ക്ഷമയോടെ പെരുമാറാനും ഒരു മനോനിയന്ത്രണം കൈവരിക്കാനൊക്കെയുള്ള ഒരു തിയറി പ്രായോഗിക പരിശീലനമാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. ഇത് അധ്യാപകർക്കും അധ്യാപിക പരിശീലനം നേടുന്ന അധ്യാപികമാർക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. പരിപാടിക്ക് സെന്റർ ഇൻചാർജ് കൊച്ചുറാണി വർഗീസ്, റോൾജി മോൾ, ആനിയമ്മ എന്നിവർ നേതൃത്വം നൽകി. നവതിയുടെ നിറവിലായ കുമളി ഗവൺമെന്റ് സ്കൂളിന് തേക്കടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ ഓഫ് ലയൺസ് പദ്ധതിയുടെ ഉദ്ഘാടനം ES ബിജിമോൾ MLA നിർവഹിച്ചു. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി തേക്കടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 50,000 രൂപ ചെലവഴിച്ച് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച് നടപ്പിലാക്കിയ ശുദ്ധജല വിതരണ പദ്ധതി പ്യൂരിഫയർ ഡ്രിങ്കിംഗ് വാട്ടർ ഓഫ് ലയൺസിന്റെ ഉദ്ഘാടനം പീരുമേട് MLA ES ബിജിമോൾ നിർവഹിച്ചു. നമുക്ക് ലഭ്യമായിട്ടുള്ള ജലം, വായു, മറ്റ് പ്രകൃതി വിഭവങ്ങളൊക്കെയും എനിക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ജനിക്കാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ജാഗ്രതയും ഇതൊക്കെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ തലമുറയിൽപ്പെട്ട എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. PTA പ്രസിഡന്റ് AM തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ R രാമേന്ദ്രവാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, പ്രധാനമായിട്ടും ഒരുപാട് അസുഖങ്ങളുടെ കാരണം ശുദ്ധമല്ലാത്ത കുടിവെള്ളമാണ്. ഞങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം മോശം ഞാൻ ആഗ്രഹിക്കണില്ല. നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് വന്നു, നമ്മുടെ പെരിയാർ തേക്കടി ലയൺസ് ക്ലബ്ബ് അനുവദിച്ചു തന്നു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നും നല്ല ശുദ്ധമായ കുടിവെള്ളം കിട്ടും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC ഭാസ്കരൻ, വാർഡ് മെമ്പർ A അബ്ദുൽ സലാം, ബിജു ദാനിയൽ, ദേവസ്യ, ഗോപി, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പീരുമേട് MLA ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സേവന പ്രവർത്തനങ്ങളുടെയും പേരിൽ മൊമന്റോ നൽകി ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,240 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,530 രൂപ വില രേഖപ്പെടുത്തി. വെള്ളി ഗ്രാമിന് 41 രൂപയാണ് വില. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇനി കമ്പോള വാർത്തകളിലേക്ക്. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 800 ആണ്. കുറഞ്ഞ വില 750. കുരുമുളക് 580 രൂപ വില രേഖപ്പെടുത്തി. കാപ്പി 124 രൂപ, റബ്ബർ 105 രൂപ, ഗ്രാമ്പൂ 950, കൊക്കോ 52 എന്നിങ്ങനെയാണ് വില നിലവാരം. ജാതി കൂടിയ വില 300, കുറഞ്ഞ വില 250. ജാതിപത്രിക്ക് ഇന്ന് വിപണിയിൽ കൂടിയ വില 1000, കുറഞ്ഞ വില 750 രേഖപ്പെടുത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അടിമാലി കൂട്ടക്കൊലപാതകം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടുവാൻ കഴിയാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധം. ഇതോടെ പൊതുജനങ്ങൾ സംഘടിച്ച് ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുവാൻ തീരുമാനം. ഇതിനിടയിൽ പ്രതികളെ സംബന്ധിച്ച ദുരൂഹത തുടരുന്നു. വണ്ടിപ്പെരിയാർ കൊലക്കേസിലെ 2ാം പ്രതി പീരുമേട് സ്വദേശി വേലിപ്പറമ്പിൽ ജോമോന്റെ വിചാരണ നാളെ തൊടുപുഴ കോടതിയിൽ തുടങ്ങും. 1ാം പ്രതിയെ വധശിക്ഷയ്ക്ക് മുൻപ് വിധിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ വള്ളോംപറമ്പിൽ മോളിയെയും മകൾ നീനുവിനെയും പ്രതികൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ് ഒരു നാടിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടതെന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ. ഇടുക്കി ജില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മുൻപോട്ട് പോയിട്ടുണ്ടെന്നും MLA.
വാഗമൺ മേഖലയിൽ വീണ്ടും ഭൂമി കയ്യേറ്റം വ്യാപകം. റവന്യൂ വകുപ്പ് വീണ്ടെടുത്ത സ്ഥലത്തെ സർക്കാർ ബോർഡുകൾ പോലും പിഴുതുമാറ്റിയാണ് ഇപ്പോൾ കയ്യേറ്റം നടക്കുന്നത്. അപൂർവ ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ വാഗമണിലെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിൽ പുതുതായി കയ്യേറ്റം. ഇടുക്കി മോഡൽ ജവഹർ ഭവന പദ്ധതി 28-ാം തീയതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യും. EMS ഭവന പദ്ധതിക്ക് സമാന്തരമായ ഈ ബൃഹത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കാണ്. ഇന്നത്തെ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Strong furniture, Index Furniture. Index Furniture near KSRTC bus stand, Vellayankudi,